ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മദ്രസകളില് അതുവഴിയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ മതഭീകരത പഠിക്കുന്നത്. മദ്രസകളിലൂടെ പഠിക്കുന്ന ഭവിഷ്യത്തുകൾ, മദ്രസകളിലൂടെ പഠിക്കുന്ന രാജ്യവിരുദ്ധതകൾ എന്താണ് എന്ന് ഒരു പക്ഷേ ഈ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഒരു മുദ്രാവാക്യത്തിലൂടെയാണ്. 9 വയസ്സുകാരനായ ഒരു കുട്ടിക്കാലന്റെ നാവിൽ നിന്നും ഒരിക്കലും വരാൻ പാടില്ലാത്ത വിഷയങ്ങളാണ് ആ കുട്ടിയുടെ മുദ്രാവാക്യത്തിൽ മുഴച്ചു നിന്നത്. കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇതര മതവിഭാഗങ്ങളും മതരഹിതരെയും ഒന്നടങ്കം അക്ഷരാർത്ഥത്തിൽ നിശബ്ദരാക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു മുദ്രാവാക്യമായിരുന്നു അത്. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തുവെച്ചോളൂ. ഒരു 9കാരൻ, നമ്മുടെയൊക്കെ വീട്ടിൽ മക്കളുണ്ടല്ലോ, 9 വയസ്സുള്ള കുട്ടികൾ ഈ രൂപത്തിൽ മുദ്രാവാക്യങ്ങൾ എഴുതി പഠിക്കുന്നവരാണോ? 9 വയസ്സുള്ള കുട്ടി 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ആയിരിക്കും പഠിക്കുക. ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അരിയും മലരും കുന്തിരിക്കവും ആര് പഠിപ്പിച്ചു കൊടുത്തു എന്നത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയമല്ലേ? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മരണാനന്തര ക്രിയകൾക്ക് കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന അരിയും മലരും കുന്തിരിക്കവും വീട്ടിൽ വാങ്ങി കാത്തുവെച്ചോളൂ എന്ന് പറഞ്ഞതിന്റെ സാരാംശം വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെയൊക്കെ തീർക്കാനുള്ള കാലന്മാരാണ് ഞങ്ങൾ എന്ന ധ്വനി ഈ കുട്ടിയെ ആര് പഠിപ്പിച്ചു? ഇതെവിടെ നിന്ന് പഠിച്ചു? ഒന്നുകൂടെ മറന്നടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചു. അരിയും മലരും ആർക്കാണ്? ഹിന്ദുക്കൾക്കാണ്. കുന്തിരിക്കം ആർക്കാണ്? ക്രിസ്ത്യാനികൾക്കാണ്. ഈ 9 വയസ്സുള്ള കുട്ടി മദ്രസയിലാണ് പോയതെന്നും മദ്രസയിൽ നിന്നും പഠിച്ചതാണെന്നും ആ കുട്ടിയുടെ പിതാവ് പറയുമ്പോൾ ചോദ്യം 1, മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഇതാണോ? ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഉദകക്രിയ ചെയ്യാനുള്ള രീതികളാണോ മദ്രസകളിൽ പഠിപ്പിക്കുന്നത്? ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എങ്ങനെ ഇല്ലാതാക്കണം എന്നുള്ള ബലികളാണോ അവിടെ പഠിപ്പിക്കുന്നത്? എന്തുവാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത്? നമ്മൾ ഈ കൊറോണ കാലമൊക്കെ ആയപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് വിപുലമായ രൂപത്തിൽ ചിന്തിച്ചു തുടങ്ങുന്നത് പോലും. കാരണം ആ കാലഘട്ടത്തിലാണ് ഓൺലൈൻ പഠനങ്ങൾ വഴി വന്നപ്പോൾ മതം വിട്ടവനെ കശാപ്പ് ചെയ്യണമെന്നും നമ്മുടെ മതം അനുസരിച്ച് സ്വർഗം എന്താണ്, സ്വർഗത്തിൽ എന്താണ് ലഭിക്കുന്നതെന്നും ഒക്കെയുള്ള പഠനങ്ങൾ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെയാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത് എന്നും അവിടെ നിന്നാണ് വർഗീയതയും വിഭാഗീയതയും അന്യമത വിരുദ്ധതകളും കുട്ടികൾക്ക് ലഭിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കിയത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെയല്ലേ? മദ്രസകൾ കൊറോണ കാലം വന്നപ്പോൾ ഓൺലൈൻ വഴിയാക്കിയപ്പോൾ അവിചാരിതമായിട്ടെങ്കിലും ചില ആളുകൾ മദ്രസ പഠനത്തെ സംബന്ധിച്ചിട്ടൊന്ന് മനസ്സിലാക്കാൻ സാഹചര്യം അതുവഴി ഒരുക്കി. ഇന്നിപ്പോ ഞാനൊരു മുസ്ലിം അന്തരീക്ഷത്തിൽ വളർന്നു വന്ന ആളാണ്. ഞങ്ങൾക്ക് പൊട്ടു തൊടാൻ പാടില്ല, മുടി ഇങ്ങനെ വകുപ്പെടുത്ത് കെട്ടാൻ പോലും വീട്ടിൽ അനുവദിച്ചിരുന്നില്ല. അതൊക്കെ ഹിന്ദുക്കൾ ചെയ്യുന്നതാണെന്ന് പറയാം. അതുപോലെ തലയിൽ പൂ വയ്ക്കുന്നത് അതൊക്കെ ഹിന്ദുക്കൾ ചെയ്യുന്നതാണ്. നമ്മള് 6ാം ക്ലാസ്സില് മലയാള പാഠത്തില് സ്കൂളില് കാളിയമർദ്ദനം പഠിക്കും. അതൊന്നും പഠിക്കാനോ വായിക്കാനോ ഒന്നും വീട്ടിൽ അനുവദിച്ചിരുന്നില്ല. കാരണം അത് വേറെ ഒരു മതവിഭാഗത്തിന്റെ പഠനമാണ്, പാഠ്യ സംവിധാനമാണ്. അതൊന്നും നമുക്ക് പാടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. മദ്രസകളും പള്ളികളും അധ്യാപകരും വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും മതേതരം ഫ്ലൈറ്റ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. GCC കൺട്രികളിലേക്കാണ് എത്തുന്നത് എന്നതാണ് ആകെ ഒരു സമാധാനം. കാരണം അവര് എടുത്ത് ചവറ്റുകുട്ടയിലേക്ക് എറിയുന്ന മതമാണ് ഇവിടെ നിന്ന് പെറുക്കിയെടുത്തുകൊണ്ട് വരുന്നത്. കാനത്തിൽ ജമീലയുടെ ഒരു പ്രഭാഷണത്തിന്റെ ഒരല്പം നമുക്കൊന്ന് കേൾക്കാം. അനാചാരങ്ങളും അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അതേപോലെ തന്നെ ഭീകരതയും എങ്ങനെ കൂടുന്നു എന്നുള്ളതാണ് ചോദ്യം. അതല്ലല്ലോ ഒരുപാട് പള്ളികൾ കാണുമ്പോൾ തോന്നും പള്ളികൾ ഇല്ലാഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കാത്ത പ്രശ്നമില്ല. ഒരുപാട് പള്ളികൾ നമുക്ക് കൂടുമ്പോഴും ഇതേപോലെയുള്ള അനാചരണം, ഇതേപോലെയുള്ള വർഗീയത, ഭീകരവാദം വളർന്നു ശരിക്കും പറഞ്ഞാൽ അവരുടെ ഈ വാക്കുകൾ ചില്ലിട്ട് വെക്കണം. അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അതേപോലെ തന്നെ ഭീകരതയും
എങ്ങനെ കൂടുന്നു എന്നുള്ളതാണ് ചോദ്യം. അതല്ലല്ലോ വേണ്ടത്. പള്ളികൾ കൂടുമ്പോൾ നിസ്കരിക്കാനുള്ള സ്ഥാപനങ്ങൾ കൂടുകയാണ്. പക്ഷെ അവിടെ സ്നേഹമാണല്ലോ ആ പള്ളിയിലും ചർച്ച ചെയ്യേണ്ടത്. മൂത്തവൻ ആരാണെന്നോ ഇളയത് ആരാണെന്നോ നോക്കാതെ നടു റോട്ടിലിട്ട് കൊല്ലുന്ന രീതിയിലേക്ക് മതം പോവുക എന്ന് പറയുമ്പോഴാണ് പ്രയാസം. മതം വെച്ചുകൊണ്ട് വളച്ചൊടിച്ചുകൊണ്ട് നാട്ടിലുള്ള പ്രശ്നങ്ങളും നിരപരാധിയായിട്ടുള്ള ഒരുപാട് ആളുകളെ കൊല്ലുന്ന രീതിയിലേക്ക് പോകും. സ്വന്തം മദ്രസയിൽ പഠിക്കുമ്പോൾ ആ മദ്രസയുടെ പഠനത്തിൽ അവിടെയും വർഗീയത കുത്തിവെക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗത്ത് ഒരു സ്കൂളിലെ പരിപാടിക്ക് പോയത് ശ്രദ്ധിച്ചോ. ആ സ്കൂളിലെ അധ്യാപകൻ എന്നോട് പറയുകയാണ്, വളരെ പ്രയാസപ്പെട്ടാണ് പറയുന്നത്, ഇവിടെ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റാറില്ല പ്രസിഡന്റ്, ഞങ്ങൾ വിചാരിച്ചതുപോലെ. മലയാളം അധ്യാപകനാണ് പറയുന്നത്. മലയാളം അധ്യാപകൻ പറയാണ്, ചരിത്ര അധ്യാപകനും എന്റെ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ അവര് പറയാണ്, എല്ലാ വിഷയവും മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് പഠിപ്പിക്കുവാൻ വേണ്ടി കഴിയുന്നില്ല. കുട്ടികൾ ചില ക്ലാസ്സുകളിൽ കുട്ടികൾ പറയുന്നത് സീതയുടെയും രാമന്റെയും രാവണന്റെയും അതേപോലെ ചരിത്രത്തിലുള്ള കഥകൾ പറയുമ്പോൾ ശ്രീകൃഷ്ണന്റെയും ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോൾ ഇത് പറയണ്ട മാഷെ, ഇത് ഞങ്ങളോട് പറയണ്ട, ഇത് വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ഞങ്ങളെ വീട്ടിൽ നിന്ന് എന്റെ ഉപ്പ അടിച്ചു കൊല്ലു എന്നാ പറയുന്നത്. ഞങ്ങൾ എന്താ പ്രശ്നം ചെയ്യാം? ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ അധ്യാപകരാണ്? ഇത് ഇല്ലാതാക്കുകയല്ലേ നമ്മുടെ കടമ? ഇത് ഇല്ലാതാക്കുകയാണ് നമ്മുടെ കടമ. അന്ധവിശ്വാസങ്ങൾ, ചരിത്രം അത് കുട്ടികൾ പഠിക്കേണ്ടതാണ്. എല്ലാ ഗ്രന്ഥങ്ങളെ പറ്റി പഠിക്കേണ്ടതാണ്. ഇതെല്ലാം തന്നെ പഠിക്കാതെ നിങ്ങൾ എന്താ പഠിപ്പിക്കാൻ പോവുക ഇവിടെ? പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ? എന്താണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയുക? അതൊന്നും നിങ്ങൾ ഇങ്ങനെ പറയുന്നത് പോലെ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ പഠിപ്പിച്ചാ മതിയോ പ്രസിഡന്റ് എന്നായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത്. നമ്മുടെ മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് ഇപ്പൊ നമുക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ടില്ലേ? ഇനിയും സ്കൂളിൽ പോലും അത് പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. ചരിത്രം കുട്ടികൾ പഠിക്കണ്ട. രാമനാണെങ്കിലും സീതയാണെങ്കിലും രാവണനാണെങ്കിലും ഇതിനെക്കുറിച്ചിട്ടൊന്നും മുസ്ലിം കുട്ടികൾക്ക് പഠിക്കണ്ട. അവരെ വീട്ടിൽ പോയാലും പഠിക്കാൻ സമ്മതിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഇത് പഠിക്കണ്ട. ഇതിപ്പോ നമ്മളാണ് പറയുന്നതെങ്കിൽ മുസ്ലിങ്ങളോട് എന്തോ വിരോധമുള്ളത് കൊണ്ട് പറയുവാണ് എന്നല്ലേ പറയുക? അല്ലെ? കാനത്തിൽ ജമീല മുസ്ലിം അല്ലേ? അവർ മുർത്തദ്ദാണോ? അവർ യുക്തിവാദിയാണോ? അവർ നിരീശ്വരവാദിയാണോ? ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളാണോ? ഒരു സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയപ്പോഴുള്ള അവരുടെ ദുരനുഭവമാണ് അവരിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അതൊന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട. കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് പറയുവാണ്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? പഠിപ്പിക്കണ്ടേ? ഈ രീതി മാറണ്ടേ? അതുകൊണ്ട് മുസ്ലിം കുട്ടികൾക്ക് മറ്റുള്ള മതങ്ങളെക്കുറിച്ചോ മതദർശനങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ല. കാരണം പഠിക്കാനുള്ള സാവകാശമോ സാഹചര്യമോ അവർക്ക് ലഭിച്ചിരുന്നില്ല. ഇപ്പൊ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ എന്താണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത്? നന്ദി.